ഹായ് ഗായ്സ്, സിൽസില സീരിയലിൻ്റെ പുതിയ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാവേ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടനും കൂടെ അനേബിൾ ചെയ്ത് വിടണേ. അതിന് മുന്നേ കഴിഞ്ഞ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ എൻ്റെ അടുത്ത് പറയണേ, ലൈക്കും ചെയ്യണേ പ്ലീസ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ രാജ്ദീപ് നന്ദിനി പോലും അറിയാതെ അവളെ വീട്ടിൽ ജോലിക്കാരനെ പോലെ വന്നിരിക്കുകയാണ്. അവളെ കൊല്ലാനാണ് വന്നത്. അവൾ അതൊന്നും അറിയാതെ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോണും ബെല്ല് സൗണ്ട് കേൾക്കുന്നു. ഡോറ് തുറന്നപ്പോൾ മൗലിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആ പെൺകുട്ടിയില്ലേ, അവളാണ്. ആ നീയോ? വാ വാ ചേച്ചി, മൗലി ചേച്ചി നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഐറ്റംസ് തന്നു വിട്ടു, അത് തരാൻ വന്നതാണ് ഞാൻ. അതുമല്ല ചേച്ചി, ഞാൻ നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, അതാ ഞാൻ വരാമെന്ന് കരുതിയേ എന്നൊക്കെ അവർ സന്തോഷത്തോടെ സംസാരിക്കുന്നത് കിച്ചണിൽ നിന്ന് രാജ്ദീപ് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ആരായി മാറണം, എൻ്റെ പ്ലാനെല്ലാം തുലയ്ക്കാൻ വന്നിരിക്കുന്നു. ഇനിയും ഞാൻ ഈ വീട്ടിൽ നിന്നാൽ എനിക്ക് ആപത്താണ് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട്, നന്ദിനി ഇപ്പം ഞാൻ പോട്ടെ, നെക്സ്റ്റ് ടൈം നീ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും അറിയാതെ സൈലൻ്റ് അവിടെ നിന്ന് പോകുന്നു. നന്ദിനിക്കാണേൽ അവൻ വന്നതും അറിയില്ല, അവൻ പോയതും അറിയില്ല. ഇവിടെ ഗുണാലിനെയാണ് കാണിക്കുന്നത്. അവൻ എപ്പോഴത്തെയും പോലെ നന്ദിനിയാണ് വിചാരിച്ചിട്ടിരിക്കുന്നത്. ഇവിടെ മൗലി കുളിച്ചിട്ട് ടവലിന് വേണ്ടി ഗുണാലിനെ വിളിക്കുകയാണ്. ഗുണാൽ ഗുണാൽ എന്ന് വിളിക്കുന്നു. അവൻ അത് കേട്ടത് പോലുമില്ല. ഗുണാൽ എന്താ ചെയ്യണേ? ആ ടവലൊന്ന് എടുത്തതാ. അവൻ ഒന്നും ആലോചിക്കാതെ ടവലെടുത്ത് കൊടുത്തിട്ട് ഒന്ന് അവളെ നോക്കുക പോലും ചെയ്യാതെ അവിടെ നിന്നും വരുന്നു. എന്നാൽ ഇത് മൗലിക്ക് എന്തോ പോലെയാവുന്നു. അവൾക്ക് പഴയ കാര്യമൊക്കെ ഓർമ്മ വരുന്നു. മൗലി ഇതുപോലെ നന്ദിനി വരുന്നതിനൊക്കെ മുന്നെയാണ് കേട്ടോ കുളിച്ചിട്ട് ടവല് കേൾക്കുമ്പോൾ അവൻ ടവല് കൊടുക്കുന്നത് പോലെ അടുത്തു പോയിട്ട് ആ ബാത്റൂമിൽ കയറിയിട്ട് നിറയെ റൊമാൻസൊക്കെ ചെയ്യുമായിരുന്നു. എല്ലാ ഹസ്ബൻഡും വൈഫും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഇൻറ്റിമസി സ്നേഹത്തിൻ്റെ ഒരു അടയാളം കൂടെയല്ലേ. എന്നാൽ നന്ദിനി വന്നതോടെ അവരെ ഇൻറ്റിമസിയിലും കുറവ് വന്നു. മൗലി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈ ഗുണാലിന് എന്തു പറ്റി? അവൻ ഇങ്ങനെ ഒന്നും പെരുമാറാത്തതാണല്ലോ, ഇപ്പം എന്തു പറ്റി എന്ന് ആലോചിച്ചിട്ട് തലയൊക്കെ തോർത്തി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഗുണാലിനോട് ചോദിക്കുവാണ്. ഗുണാൽ, നിനക്ക് എന്തു പറ്റി? നീ ഓക്കെ അല്ലേ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ എപ്പോഴും ഒരു ആലോചന? പറ. ഏയ് അതൊന്നുമില്ല, ഞാൻ നന്നായിട്ട് തന്നെയല്ലോ ഇരിക്കണേ. എന്തങ്ങനെ ചോദിച്ചേ? ഏയ് ഒന്നുമില്ല. പിന്നെ നമുക്കിന്ന് നന്ദിനിയുടെ വീട്ടിൽ പോകണം. പാല് കാച്ച് കഴിഞ്ഞ് നമ്മളിപ്പോൾ അല്ലേ അങ്ങോട്ട് പോകുന്നേ. അതുകൊണ്ട് നമുക്ക് അവൾക്ക് ഇന്ന് കൈ നിറയെ ഗിഫ്റ്റ് കൊടുക്കണം. ഞാനൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ശരി, പെട്ടെന്ന് റെഡിയാവും എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അവൻ മനസ്സിൽ പറയാണ്, നീ മാത്രമല്ല മൗലി, ഞാനും അവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരു ബോക്സ് എടുത്ത് കാണിക്കുന്നുണ്ട്. അത് എന്താണെന്ന് കാണിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും നന്ദിനിയുടെ വീട്ടിൽ പോകുന്നു. പോയ പാടെ മുത്തശ്ശി നന്ദിനിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു. നന്ദിനി, ഇതാ നിനക്കുള്ള ഗിഫ്റ്റ്, വാങ്ങിക്കോ. അയ്യോ മുത്തശ്ശി, നിങ്ങളും ഗിഫ്റ്റ് വാങ്ങിയോ? അതൊക്കെ എന്തിനാ? നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി എനിക്ക്. അതൊന്നും അല്ല നന്ദിനി, നമ്മളെല്ലാവരും നിനക്ക് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്, നീ അതൊന്നും വേണ്ടാന്ന് പറയില്ലേ, അതെന്നാ സ്പെഷ്യലാണ് എന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ എല്ലാവരും ഉള്ളിലോട്ട് പോകുന്നു. മൗലിയും നന്ദിനിയും മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മൗലി അവളുടെ ഗിഫ്റ്റ് ബോക്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ബോർഡാണ്, അതിന് നന്ദിനി എന്ന് എഴുതിയിരിക്കുന്നു. ഇത് നിന്റെ ന്യൂ ഹോമാണ്, നിനക്കിത് ഒരു പുതിയ അടയാളം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിനക്ക് ഈ ഗിഫ്റ്റ് സമ്മാനിച്ചത്, ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനിയും വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് തൂക്കാൻ പോകുന്നു. എന്നാൽ അത് താഴെ വീഴുന്നു. എന്നാൽ അത് പിടിക്കാൻ ആള് വെയിറ്റിംഗ് ആയിരുന്നത് പോലെ ഒരാളുടെ പ്രണയ നായകൻ തന്നെയാണ് ഗുണാൽ. അങ്ങനെ എല്ലാവരും ചേർന്ന് ആ ബോർഡ് തൂക്കിയിട്ട് അകത്തു പോകുന്നു. എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൗലി പറയുവാണ്, ഇത്ര നാളും നന്ദിനി നമ്മളുടെ കൂടെ താമസിച്ചു, അവൾ ആരെല്ലാം ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്? ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഗുണാലാളും അവളെ നല്ല മിസ് ചെയ്യുന്നതെന്ന് എന്ന് പറഞ്ഞ പാടെ ഗുണാലും നന്ദിനിയെ നെർവസ് ആവുന്നു. ഇനി മൗലിക്കെല്ലാം മനസ്സിലായോ എന്ന് വിചാരിക്കുന്നു. അതോടെ തെറ്റ് ചെയ്തവർ എപ്പോഴും അത് മറയ്ക്കാൻ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുമല്ലോ. അങ്ങനെ മൗലിയെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുകയാണ് ഗുണാൽ. ഇങ്ങ് നോക്കു മൗലി, ആവശ്യമില്ലാതെ ഒന്നും പറയാതെ എന്തിനു വട്ടുപോലെ സംസാരിക്കുന്നേ? എന്ത് എനിക്ക് മാത്രം തന്നെ അവളെ മിസ് ചെയ്യും, നിങ്ങളാരും അവളെ മിസ് ചെയ്യാനേ പോകുന്നില്ലേ
ഇതുപോലെയൊന്നും സംസാരിക്കാതെ, എനിക്കിതൊന്നും ഇഷ്ടമല്ല. എന്നാൽ ഇത് കേട്ടതും മൗലിക്ക് സങ്കടമാവുന്നു. ചുറ്റുമുള്ള എല്ലാവരും എന്തിനിവൻ ഇങ്ങനെ അവളെ വഴക്ക് പറയുന്നേ, എന്തിനവൻ ഇങ്ങനെ റിയാക്ട് ചെയ്തു എന്ന് അവനെ നോക്കുന്നു. അങ്ങനെ അവൻ നന്ദിനിയെ നോക്കുമ്പോഴാണ് അവന് ബോധം വരുന്നത്, കാര്യവും പിടികിട്ടിയത്. അയ്യോ, ഞാൻ ഓവറായി പോയോ എന്നും കരുതിയിട്ട് ഞാൻ ചുമ്മാ പറഞ്ഞ പോലെ നീ സീരിയസ് ആയോ, അയ്യയ്യേ ഞാൻ നിന്നെ കളിയാക്കിയതാ എന്നും പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. എന്നാൽ ഇത് കേട്ട മൗലി സമാധാനപ്പെടുന്നു. അവളും അത് കളിയാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരുന്നു. എന്താടാ നിനക്ക് വട്ടാണോ, മാറി മാറി സംസാരിക്കുന്നേ? അവളോട് എന്തിനു നീ ഇപ്പോൾ ദേഷ്യപ്പെട്ടത്? അതിന് അവൾ എന്താ പറഞ്ഞേ? ഒന്നുമില്ല, നീ അവളോട് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ, എനിക്കതൊന്നും ഇഷ്ടമില്ല എന്നവർ അവരെ ദേഷ്യം പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഇത് നന്ദിനിക്ക് ഒരു മാതിരിയാവുന്നു. അവൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. കിച്ചണിലോട്ടാണ് പോകുന്നത്. അവളുടെ പിന്നാലെ വാലുപോലെ ഗുണാലും പോകുന്നുണ്ട്. നന്ദിനി, ഞാനങ്ങനെ പറഞ്ഞത്, മൗലി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, അതാ. അത് പോട്ടെ, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞ് അത് കൊടുക്കാൻ പോകുമ്പോൾ അവിടേക്ക് വേലക്കാരി കൊച്ചു വരുന്നു. ഗുണാൽ ചേട്ടാ, നിങ്ങളെ അവിടെ എല്ലാവരും തിരക്കുന്നു, വാ. അതുകൊണ്ട് അവനെ ഗിഫ്റ്റ് കൊടുക്കാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ എല്ലാവരും വന്നിരുന്ന് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാൻ പോവുകയാണ്. ഇവിടെ ബോട്ടിൽ കറക്കി അത് ആരുടെ നേർക്കാണോ വന്ന് വീഴുന്നത് അവരായിരിക്കും ആദ്യം ഗെയിം കളിക്കുക. അവരോടാവും ആദ്യത്തെ ചോദ്യം. ആ ബോട്ടിൽ ആദ്യം മൗലിയുടെ അടുത്താണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയാണ്, മൗലി നീ എല്ലാവരെയും ഫ്രണ്ടിൽ വെച്ച് ഗുണാലിന് ഒരു ഉമ്മ കൊടുക്കണമെന്ന്. എന്നാൽ ഇത് കേട്ട മൗലിക്ക് നല്ല നാണം വരുന്നു. എന്നാലും ഗെയിമല്ലേ എന്നും പറഞ്ഞിട്ട് അവൾ ഗുണാലിന് കിസ് ചെയ്യുന്നു. ഇത് കണ്ട നന്ദിനിക്ക് ഫീലാവുന്നു. അങ്ങനെ സെക്കൻഡ് ചാൻസിൽ ബോട്ടിൽ നന്ദിനിയുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ മുത്തശ്ശി കേൾക്കുവാണ്, നന്ദിനി നീ ഇതുവരെ ഡ്രിങ്ക്സ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ ഇന്ന് കുടിക്കണം, അല്ലെങ്കിൽ ഞാൻ തരുന്ന പനിഷ്മെൻറ്റ് നീ ഏറ്റെടുക്കണം. എന്നാൽ നന്ദിനി വേറെ ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുന്നു. ഗുണാലും മൗലിയും ഷോക്കാവുന്നു, ഇവൾ കുടിച്ചോ എന്നോർത്ത്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ നന്ദിനിയെ മൗലി സൈലൻ്റായി വിളിച്ചിട്ട് പോയിട്ട്, നീ ഫസ്റ്റ് ടൈം അല്ലേ കുടിക്കുന്നേ, അത് നന്നായിട്ട് കുടിച്ചല്ലോ, നീ തല കറങ്ങുന്നോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയാണേ ഞാൻ ഇന്ന് ഒരേയല്ലേ ഇവിടെ നിൽക്കാം. അതൊന്നുമില്ല, ഇതാ ബെഡ്റൂം, അതാ കിച്ചൺ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. അവൾ കുറച്ച് ഫിറ്റാണ്. ശരി ശരി, നീ റെസ്റ്റഡ്, എന്തേലും എന്നെ വിളിക്കുക കേട്ടോ, ഞാൻ ഓടി വരാം എന്നും പറഞ്ഞിട്ട് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ട് അവൾ പോവുകയാണ്. അങ്ങനെ എല്ലാവരും ബായ് പറഞ്ഞ് വിടുവാണ്. ഇവിടെ ഗുണാലിനാണേ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ സങ്കടമുണ്ട് രണ്ടുപേർക്കും. അങ്ങനെ എല്ലാവരും പിരിയുവാണ്. വീണ്ടും ഒരു ഹോണിമ്പൽ. നന്ദിനി ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഗുണാലാണ്. നിങ്ങളോ? അതെ, ഞാൻ നിനക്ക് വേണ്ടി ആഗ്രഹിച്ചൊരു ഗിഫ്റ്റ് വാങ്ങി, എന്നാൽ അതെനിക്ക് തരാൻ പറ്റിയില്ല, അതാ ഞാൻ വന്നത്, ഇതാ എന്നും പറഞ്ഞ് അത് കൊടുക്കുന്നു. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവൾക്ക് നല്ല സന്തോഷമാവുന്നു. അതൊരു ഡോൾ ഡാൻസ് കളിക്കുന്നതാണ്. അവൾക്ക് ഡാൻസ് ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണ് അവനത് കൊടുത്തത്. അത് നെഞ്ചിൽ വെച്ചിട്ട് നന്ദിനി കരയുവാണ്. ഇതുവരെ എൻ്റെ മനസ്സ് മനസ്സിലാക്കി ആരും എനിക്കിങ്ങനെ ഒന്നും തന്നിട്ടില്ല, നിങ്ങൾ ബെസ്റ്റാണ് ഗുണാൽ. എൻ്റെ മനസ്സ് പറയുന്നു നിങ്ങളെ ഞാൻ മിസ് ചെയ്യാനേ പാടില്ല എന്ന്. എന്നാൽ അതൊന്നും നടക്കില്ലല്ലോ. ഈ സൊസൈറ്റി നമ്മൾ ചെയ്യുന്നത് തെറ്റായിട്ടല്ലേ കരുതുന്നേ. അപ്പോൾ നമുക്ക് ഒരുമിക്കാൻ പറ്റില്ലേ ഗുണാൽ അപ്പോൾ ഈ ജന്മത്തിൽ എന്ന് കരഞ്ഞുകൊണ്ട് പറയാമെന്ന്. ഗുണാലും ഇത് കേട്ട് സങ്കടം വരുന്നു. അവൻ അവിടെ നിന്ന് പോകുന്നു. വീണ്ടും ഹോണിമ്പൽ. ഗുണാലായിരിക്കുമെന്ന് കരുതി ഓടിപ്പോയി കതക് തുറക്കുന്ന അവൾക്ക് ഭയങ്കര ഷോക്ക്. അത് രാജദീപായിരുന്നു. നീയോ എന്നും പറഞ്ഞ് പേടിച്ചിട്ട് നടുങ്ങി നിൽക്കുവാണ് നന്ദിനി. ഇതോടെ നമുക്ക് ഈ പാർട്ട് അവസാനിപ്പിക്കാം. നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല റൊമാൻസ് സീനുകളും ഇനി വരാൻ പോവുകയാണ്. നല്ല ഫൈറ്റ് സീനും വരുവാണ്. നിങ്ങൾക്ക് തന്നെ ഈ കഥ പോകുന്ന പോക്ക് കണ്ടിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നില്ലേ? പക്ഷേ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചേ പറ്റൂ. ലൈക്കിലൂടെയും നിങ്ങളുടെ സ്നേഹം എനിക്ക് വേണം കേട്ടോ. എന്നാൽ ശരി, ബായ്.